ആകെ ഒരു മൂഡ് ഓഫ് ആണല്ലോ. ഇല്ല ഒന്നുമില്ല ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിക്കുമായിരുന്നു. എന്താ പറ്റിയ പറ. ഇല്ലല്ലോ ഒന്നുമില്ല പറഞ്ഞ ശരിയാവില്ല. അതെന്നെ എന്നോട് പറഞ്ഞാൽ ശരിയാവില്ലാത്ത. ഇല്ലല്ലോ ഒന്നുമില്ല. പിന്നെ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാലേ എൻ്റെ ഒരു കൂട്ടുകാരൻ പറയുക, അവന് ഈയിടെയായിട്ട് അവൻ്റെ എക്സ് ഗേൾഫ്രണ്ടിൻ്റെ ഓർമ്മകൾ വരുവാണ്. അപ്പം അതുകൊണ്ട് അവനൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ഇവളെ പറ്റി തന്നെ ആലോചിക്കുവാണ്. അപ്പം അവനിങ്ങനെ ആലോചിക്കുക, അത് അവൻ്റെ കുടുംബജീവിതത്തിനെ ബാധിക്കില്ലേ? ഇറ്റ്സ് നോർമൽ, അത് നോർമലാ. പിന്നെ ഓൾറെഡി അവര് പണ്ട് ഇഷ്ടത്തിലായിരുന്നു. അപ്പൊ ആ പഴയ കാമുകിയുടെ മെമ്മറീസ് ഒക്കെ വരുന്നത് ഇറ്റ്സ് ക്വയറ്റ് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അത്. അപ്പൊ ഇച്ചായൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അവനോട് പറയണം അവന്റെ വൈഫായിട്ട് ഇത് തുറന്ന് സംസാരിക്കാൻ. അപ്പോൾ വൈഫിന് ആ വീടിന്റെ അറ്റ്മോസ്ഫിയറും ആ ഒരു ഫുൾ ഇതൊക്കെ ഒന്ന് മാറ്റി അവന്റെ മൂഡൊന്ന് മാറ്റിയെടുത്താൽ തന്നെ ഈ ഓർമ്മകളൊക്കെ പൊക്കോളും. ഫുൾ ക്രെഡിറ്റ് വൈഫിന്റെ കയ്യിലാണ്. വൈഫിന് അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ബൈ ദ വേ ഏതായി കൂട്ടുകാരൻ? ഇല്ല അത് എൻ്റെ ഒരു കൂട്ടുകാരൻ. പറയിച്ചാ ആരാന്ന് പറയൂ, എന്നോടല്ലേ? ഞാൻ തന്നെയാ. ഓക്കെ, ഒന്ന് വരൂ, ഒന്ന് അകത്തേക്ക് വാ. ഞാൻ ബർത്ത്ഡേക്ക് മേടിച്ചു വാച്ച് ഇരിക്കും. എൻ്റെ മോതിരം. ആ ശരി, നിന്നെ ആ കണ്ണടയിൽ നിന്നേ. ശരി.